ശ്ലോകം 10. ഏവം നാനാവിഹാരൈഃ, ഇങ്ങനെ പലതരത്തിലുള്ളതായ ലീലകൾ, വിഹാരങ്ങൾ. ജഗദഭിരമയൻ, ജഗത്തിനെ മുഴുവൻ, ജഗത്തിലെ എല്ലാ ജനങ്ങളെയും രമിപ്പിച്ചുകൊണ്ട്. വൃഷ്ണിവംശം പ്രപുഷ്ണൻ, ഇപ്പോൾ വൃഷ്ണിയുടെ വംശത്തിലാണ്, യാദവംശത്തിൽ വൃഷ്ണി എന്നുള്ള ഒരു വിഭാഗം. ആ വൃഷ്ണിവംശത്തിനെ പുഷ്ടിപ്പെടുത്തിക്കൊണ്ട് ഈ ജാനോ യജ്ഞഭേദൈഃ, ധാരാളം യജ്ഞങ്ങൾ ചെയ്തു. അതുല വിഹൃതിഭിഃ, എത്രയാണ് ഭഗവാൻ ചെയ്തതെന്നുള്ളതായ കണക്കില്ല. അതാണ് അതുല വിഹൃതിഭിഃ ഏണനേത്രാഃ പ്രീണയൻ. പലതരത്തിലുള്ളതായ വിഹൃതി, വികാരങ്ങൾ, ലീലകൾ. ആ ലീലകൾ കൊണ്ട് ഏണനേത്രകൾ ഭാര്യമാർ, സുന്ദരിമാർ, ആ സുന്ദരിമാരെ പ്രീണയൻ സന്തോഷിപ്പിച്ചുകൊണ്ട്. ഭൂഭാരക്ഷേപദമ്പാൽ, ഭൂമിയുടെ ഭാരത്തിനെ നശിപ്പിക്കാനാണ് എന്നൊരു വ്യാജം, അത്രയേ ഉള്ളൂ. ആ വ്യാജത്തിൽ പദകമലജുഷാം മോക്ഷണായ അവതീർണ, ആര് തന്നെ ഭജിക്കുന്നുവോ, തൻ്റെ പാദങ്ങളെ ഭജിക്കുന്നുവോ, അവർക്ക് മോക്ഷം നൽകാൻ വേണ്ടി അവതരിച്ചവനാണ് ഭഗവാൻ. ആരാണ് ഭഗവാൻ? പൂർണ്ണം ബ്രഹ്മയേവ, പൂർണ്ണം ബ്രഹ്മയേവ. ആ പൂർണ്ണ ബ്രഹ്മം തന്നെ, വൈകുണ്ഠനാഥൻ തന്നെ. സാക്ഷാത് യദിഷു, സാക്ഷാത്തായിട്ട് വൈകുണ്ഠനാഥനായിരിക്കുന്ന അദ്ദേഹം യദിഷു മനുജതാരൂഷിത, യാദവന്മാരുടെ ഇടയിൽ ഒരു മനുഷ്യനെ പോലെ. ഹേ ഭഗവൻ ത്വം വിലാസീഹി, അങ്ങ് വിലാസി പ്രകാശിച്ചു. ശ്ലോകം 11. പ്രായേണ ദ്വാരവത്യാം ആവൃതൈതദാ നാരദഃ, നാരദൻ പ്രായേണ ദ്വാരവത്യാം ആവൃതം, മിക്കവാറും ദ്വാരകയിൽ വരും, അവിടെ വർത്തിച്ചിരുന്നു, അവിടെ താമസിച്ചിരുന്നു. എന്താ കാരണം? നാരദന് ഒരു സ്ഥലത്തിരിക്കാൻ പാടില്ല എന്നുള്ളതായൊരു ശാപമുണ്ട്. എന്നാൽ ഭഗവാന്റെ അടുത്ത് വന്നാൽ ആ നിയമം ബാധകമല്ല. അതുകൊണ്ട് എപ്പോഴും ഭഗവാന്റെ അടുത്തേക്ക് വരാറുണ്ട്. പ്രായേണ ദ്വാരവത്യാം അവൃതൈ തഥാ നാരദഃ, എന്തിനു വേണ്ടിയാണ് വരുന്നത്? ത്വദ്രസാർദ്രഃ, ഭഗവാന്റെ ആ വാക്കുകൾ കേട്ട് രസം ആനന്ദിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനു വേണ്ടിയിട്ടാണ് ആ നാരദൻ അവിടെ വന്നിരുന്നത്. പക്ഷെ അങ്ങനെ വന്നതുകൊണ്ട് എന്തു ഗുണമുണ്ടായി? ഗുണമുണ്ടായത് ആ വസുദേവർക്കാണ്. തസ്മാത് ലേഭേ കഥാചിൽ ഖലു സുഹൃതനിധി ത്വത്പിതാ തത്വബോധം. സുഹൃതനിധി, സുഹൃതം ചെയ്ത ആളാണ് ആ വസുദേവർ. ഭഗവാൻ മകനായിട്ട് വന്നു. നാരദനിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് തൻ്റെ അടുത്ത് വരുന്നു. അദ്ദേഹത്തിൽ നിന്നും ലേഭേ, ലഭിച്ചു. എന്താ ലഭിച്ചത്? തത്വബോധം. എന്താണിവിടെ വാസ്തവത്തിലുള്ളത്? തത്വജ്ഞാനം. ആ തത്വജ്ഞാനം ഗ്രഹിക്കാൻ സാധിച്ചു. ഭക്താനാം അഗ്രയാജി സജഖലു മതിമാൻ ഉദ്ധവ, ആ ഉദ്ധവർ ഭക്തന്മാരിൽ ശ്രേഷ്ഠൻ, അഗ്രയായി മുമ്പിൽ നടക്കുന്നവൻ, അതാണ് ഏറ്റവും ശ്രേഷ്ഠനായ ഭക്തൻ. ബുദ്ധിമാൻ, മതിമാൻ, ബുദ്ധിമാൻ. ആ ഉദ്ധവർ ത്വത്തയേവ പ്രാപ്തോ വിജ്ഞാനസാരം, ഭഗവാനിൽ നിന്ന് തന്നെ ജ്ഞാനം നേടി. ത്വത്തയേവ, അങ്ങയിൽ നിന്ന് തന്നെ, അങ്ങയിൽ നിന്ന് തന്നെ വിജ്ഞാനസാരം പ്രാപ്ത, ആ ആത്മജ്ഞാനം നേടുകയുണ്ടായി. ഉദ്ധവർ ഇപ്പോൾ എവിടെയുണ്ട്? സകില ജനഹിതായ അധുനാസ്തേ ബദര്യാം, അദ്ദേഹം ബദരിയിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. എന്തിനു വേണ്ടി? ജനങ്ങൾക്ക് ഹിതത്തെ ചെയ്തുകൊണ്ട്,
ജനങ്ങൾക്ക് ഈ തത്വത്തെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഉദ്ധവരെപ്പോഴും അവിടെയുണ്ട് എന്ന് നമ്മൾ സങ്കല്പിക്കണം. ഉദ്ധവർക്ക് അവിടെ ക്ഷേത്രമുണ്ട് തോന്നുന്നു അല്ലേ? ആരൊക്കെ അവിടെ പോയത്? അവിടെ പോയി. ഉദ്ധവൻ്റെ ക്ഷേത്രം ഉണ്ടോ? എങ്ങനെയാണ്? കണ്ടുവോ? സകില ജനഹിതായ അധുനാസ്തേ ബദര്യാം. ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി ഇപ്പോഴും അദ്ദേഹം ബദര്യാശ്രമത്തിൽ വസിക്കുന്നു. ശ്ലോകം 12. സ്വയം കൃഷ്ണാവതാരോ ജയതി. അങ്ങനെയുള്ള ഈ കൃഷ്ണാവതാരം എന്തു പറയുന്നു? ജയിച്ചുകൊണ്ടേയിരിക്കണു, പ്രകാശിച്ചുകൊണ്ടേയിരിക്കണു, വിളങ്ങിക്കൊണ്ടേയിരിക്കണു എന്നർത്ഥം. അതാണ് ആ കൃഷ്ണാവതാരത്തെ നമ്മളെപ്പോഴും സ്മരിക്കണം. എന്തിനു വേണ്ടി? എത്ര സൗഹാർദ്ദഭീതി സ്നേഹദ്വേഷാനുരാഗപ്രവൃത്തി. ഏത് വിധത്തിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ആ കൃഷ്ണനെ സ്നേഹിക്കാം, ഓർമ്മിക്കാം. ഒന്ന് സൗഹാർദ്ദം കൊണ്ടാവാം, ഒരു സുഹൃത്തെന്നുള്ള ഭാവത്തിൽ ആവാം. ഭീതി, ഭയപ്പെട്ടിട്ടാവാം. സ്നേഹം കൊണ്ടാവാം, ദ്വേഷം കൊണ്ടാവാം, അനുരാഗം കൊണ്ടാവാം, പ്രേമം. ഇത്രയുള്ളതായ കാര്യങ്ങൾ ചെയ്യാം. സൗഹാർദ്ദം കൊണ്ട് പറയുന്നത് പാണ്ഡവാദികളെയാണ് പ്രധാനമായിട്ടും പറയുക. സൗഹാർദ്ദത്തിൽ ഭയപ്പെട്ട് കംസനാണ് ഭയപ്പെട്ട്. ദ്വേഷം അല്ല, സ്നേഹത്തിൽ യാദവാദികൾ എല്ലാവരും, ആ വിഷ്ണുവംശം മുഴുവൻ എല്ലാ യാദവന്മാരും. ദ്വേഷം ശിശുപാൽ. അനുരാഗം ഗോപികൾ, പ്രേമം. ഇങ്ങനെ അതുലൈഹി അശ്രമൈഹി യോഗഭേദൈഹി, നമുക്ക് തുലനയില്ലാത്ത, സാദൃശ്യമില്ലാത്ത പല കാര്യങ്ങളും. അതാണ് അശ്രമൈഹി യോഗഭേദൈഹി. യോഗഭേദങ്ങൾ ഭഗവാനെ പ്രാപിക്കുമ്പോഴാണ് യോഗം എന്ന് പറയുന്നത്. ഭഗവാനോട് ചേർന്നിരിക്കുന്നതിനാണ് യോഗം എന്ന് പറയുന്നത്. അതിൽ ഭേദം, വ്യത്യസ്ത യോഗങ്ങൾ ആണ്. അപ്പോൾ അനേകം യോഗങ്ങൾ, നമ്മൾ തന്നെ അനേകം യോഗങ്ങളെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ. അതിലും വെച്ച് വ്യത്യസ്തമായിട്ടുള്ള യോഗങ്ങൾ സർവ്വത എല്ലാവർക്കും എല്ലായിടത്തും. അതാണ് ആർത്തിയും തീർത്തുവാ, സകല ആൾക്കാരുടെയും ദുഃഖത്തെ നശിപ്പിക്കുന്നവനാണ് ഭഗവാൻ. ആർത്തിയും തീർത്തുവാ, ആരുടെയൊക്കെ സമസ്തം, ഇന്ന ആളൊന്നില്ല, ആര് തന്നെ ഭജിക്കുന്നുവോ അവരുടെ ദുഃഖത്തെ ഇല്ലാതാക്കണം. അമൃതപദമകൂ, ആ അമൃതപദത്തിലേക്ക് നമ്മളെ എത്തിക്കുന്നു. മുക്തിപദം, അമൃതപദം മുക്തിപദം. മുക്തിപദത്തെ പ്രാപിക്കാൻ സാധിക്കുന്നു. ആർക്ക്? എല്ലാവർക്കും. സർവ്വലോകാഹ, എല്ലാ ജനങ്ങളും. ലോകത്തിൻ്റെ അർത്ഥം ജനങ്ങൾ. എല്ലാ ജനങ്ങളും ആരൊക്കെ ഭഗവാനെ ഈ വിധത്തിലുള്ളതായ വികാരങ്ങളെ കൊണ്ട്, സ്നേഹത്തെ കൊണ്ട്, സൗഹാർദ്ദത്തെ കൊണ്ട്, ഭയത്തെ കൊണ്ട്, ദ്വേഷത്തെ കൊണ്ട്, അനുരാഗത്തെ കൊണ്ട്, ഏതായാലും വിരോധമില്ല. സത്വം വിശ്വാർത്തി ശാന്തി. ഹേ ഗുരുവായൂരപ്പ, അങ്ങനെയുള്ള അങ്ങ്, ആ ശ്രീകൃഷ്ണൻ തന്നെയല്ലേ അങ്ങ്? എല്ലാ വിധത്തിലുള്ളതായ ദുഃഖങ്ങളും, വിശ്വ ആർത്തി, സകല ദുഃഖങ്ങളും, അതിൻ്റെ ശാന്തിക്ക് വേണ്ടി ഞാനിതാ ഭജിക്കുന്നു. ഭക്തിപൂർത്തിയൈച ഭൂയാഹ, എൻ്റെ ഭക്തി പൂർത്തമാകണം, മുഴുവനാകണം. അതിനുവേണ്ടി അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കണം. അപ്പോൾ വിശ്വാർത്ഥി ശാന്തി എന്ന് പറയുന്നത് എല്ലാ ദുഃഖങ്ങളുടെയും ശാന്തിക്കായിട്ട് എന്നുള്ള അർത്ഥം എടുക്കാം. അല്ലെങ്കിലോ വിശ്വത്തിലെ, ലോകത്തിലെ സകല ആൾക്കാരുടെയും ദുഃഖത്തിന് ആയിട്ടൊന്നും എടുക്കാം. രണ്ട് വിധത്തിലും എടുക്കാം.
എൻ്റെ എല്ലാ ദുഃഖങ്ങൾക്കും നമ്മൾ എടുക്കാം, അല്ലെങ്കിലോ വിശ്വത്തിലെ എല്ലാവരുടെയും ദുഃഖത്തിനും എടുക്കാം. അതിന് ആദ്യത്തെ പടി ഭക്തി പൂർത്തിയായി. നമ്മുടെ ഭക്തി വർദ്ധിക്കണം. ഭക്തി വർദ്ധിക്കാൻ അങ്ങ് അനുഗ്രഹിക്കണേ എന്നുള്ളതായ പ്രാർത്ഥനയോടുകൂടി ദശകം അവസാനിപ്പിച്ചിരിക്കുകയാണ്. ആ ഭഗവത്പാദങ്ങളിൽ നമ്മളുടെ എല്ലാവരുടെയും സാഷ്ടാംഗ പ്രണാമം അർപ്പിക്കാം. നമസ്കാരം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.